സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തൊരു നിലപാടാണ് അദ്ദേഹം ഇതിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലില്ലാത്ത കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഏറ്റവും പ്രഗത്ഭനായ നേതാവായി മാറേണ്ടിയിരുന്ന സുധാകരൻ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ വെട്ടിലാക്കിയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ സുധാകരൻ അവിടുത്തെ CPM-മായി നിരന്തരമായി ഏറ്റുമുട്ടിക്കൊണ്ട നേതാവാണ് എന്നൊക്കെ അറിയാം. പക്ഷേ ഈ ഏറ്റുമുട്ടലിൽ സുധാകരനല്ലല്ലോ കൊല്ലപ്പെട്ടത്. സുധാകരൻ്റെ കൂടെ നിന്ന, അല്ലെങ്കിൽ സുധാകരൻ്റെ ജീവന് വേണ്ടിയിട്ട് അത്രയേറെ സംരക്ഷകരായി നിന്ന നിരവധി പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. രമേശ് ചെന്നിത്തല ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം VD സതീശൻ്റെ തേരോട്ടം എന്നുള്ളതാണ്. VD സതീശനാണ് ഈ ഇവിടെയുള്ള ഒരു MP മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനം, സുധാകരൻ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനം ഇപ്പോഴും വളരെ കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് VD സതീശനാണ്. അദ്ദേഹം മത്സരിച്ച് ജയിച്ചു വന്നാൽ, UDF-ന് അധികാരം കിട്ടുന്നൊരവസ്ഥ വന്നാൽ സുധാകരൻ വീണ്ടും വലിയ ബുദ്ധിമുട്ടാവും. നേതൃത്വത്തിന് വലിയ തലവേദനയായിട്ട് സുധാകരൻ വീണ്ടും മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് ഒരു വർഷമെങ്കിലും മുഖ്യമന്ത്രിയാവണമെന്ന് പറയും അദ്ദേഹം. അൻവറിനെ അവിടെ കൂടെ കൂട്ടണമെന്നും അൻവറിനെ കൂടി കൂട്ടാൻ നിർത്തിയിട്ട് വേണം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അൻവറിൻ്റെ കൂടെ പിന്തുണയോടെ ആയിരിക്കണം. പക്ഷേ VD സതീശൻ എന്തുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് പിന്നെ നമ്മൾ കണ്ടതാണ്. VD സതീശൻ്റെ നിലപാടായിരുന്നു ശരി എന്ന് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ശ്രീ കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, അവർക്ക് ശേഷം അവരുടെ അത്രയും കരിഷ്മയുള്ള മറ്റൊരു നേതാവ് ഇന്ന് UDF-ന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. രാജേട്ട നമസ്കാരം. നമസ്കാരം. രാജേട്ട, തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിക്കലെത്തി. ഇപ്പോഴും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ഡൽഹിയിലെ കേരള ഹൗസിൽ റൂം കിട്ടാത്തതിൻ്റെ പേരിൽ പോലും ഗ്രൂപ്പ് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് KS സുധാകരൻ്റെ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ ഏത് തരത്തിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്? നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞാണ് കോൺഗ്രസിന് അത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ സുധാകരന് പല സ്ഥലങ്ങളിലും വലിയ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തൊരു നിലപാടാണ് അദ്ദേഹം ഇതിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിൽ MP ആണ്. അയാളെ പരിഗണിക്കുന്നില്ല എന്നൊന്നും ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പം MP ആയിരിക്കുന്നത്. കണ്ണൂരിൽ തുടർച്ചയായി 2ാം തവണയാണ് മത്സരിച്ച് ജയിച്ച അവിടെ MP ആയിരിക്കുന്നത്. അപ്പം സുധാകരനെ പോലെയുള്ള ഒരു സമുന്നതനായ നേതാവ്, അദ്ദേഹത്തിന് എല്ലാ തരത്തിലും പരിഗണന ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം KPCC പ്രസിഡൻ്റായി ഇരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിലാണ് അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നത്. ഇപ്പോൾ AICC പ്രവർത്തക സമിതി അംഗമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലില്ലാത്ത കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഏറ്റവും പ്രഗത്ഭനായ നേതാവായി മാറേണ്ടിയിരുന്ന സുധാകരൻ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ വെട്ടിലാക്കിയിരിക്കുന്നുള്ളതാണ്. അതൊരിക്കലും പ്രത്യേകിച്ചൊരു കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലൂടെ വളർന്ന് പന്തലിച്ച ഒരു വ്യക്തിയാണല്ലോ സുധാകരൻ, അല്ലാതെ സ്വയംഭൂവൊന്നുമല്ലല്ലോ സുധാകരൻ. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സുധാകരൻ്റെ നേതൃത്വത്തിലേക്ക് സുധാകരൻ വളർന്നു വരുന്ന ഒരു സമയത്ത് എത്ര പേര് സുധാകരൻ്റെ കൂടെ നിന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സുധാകരൻ അവിടുത്തെ CPM-മായി നിരന്തരമായി ഏറ്റുമുട്ടിക്കൊണ്ട നേതാവാണ് എന്നൊക്കെ അറിയാം. പക്ഷേ ഈ ഏറ്റുമുട്ടലിൽ സുധാകരനല്ലല്ലോ കൊല്ലപ്പെട്ടത്. സുധാകരൻ്റെ കൂടെ നിന്ന, അല്ലെങ്കിൽ സുധാകരൻ്റെ ജീവന് വേണ്ടിയിട്ട് അത്രയേറെ സംരക്ഷകരായി നിന്ന നിരവധി പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. അപ്പോൾ നിരവധി ആളുകൾ ചോര നൽകി, ജീവൻ നൽകി വളർത്തിയെടുത്ത ഒരു നേതാവ് കൂടിയാണ് സുധാകരൻ. അപ്പോൾ ഈ പാർട്ടിയെ ശരിക്കും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് സുധാകരൻ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഈ സുധാകരനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സുധാകരൻ ഈ സ്വതന്ത്രരായിട്ട് മത്സരിക്കാനായിട്ടുള്ള അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ അതായത് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സുധാകരൻ ശരിയാണ്, കഴിഞ്ഞ 10-40 വർഷക്കാലം അവിടെ വലിയ കണ്ണൂരിൽ ഒരു വലിയ ശക്തിയുള്ള ആൾ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഫാൻസ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു വിഭാഗം അദ്ദേഹത്തെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അത് മറ്റൊരു പ്രക്രിയയാണല്ലോ. അപ്പം ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞൊരു സംഭവമുണ്ട്. സുധാകരൻ വലിയ പുലിയാകുന്നതിന് മുന്നിൽ അവിടെ ഏറ്റവും വലിയ പുലിയായിരുന്നു എൻ രാമകൃഷ്ണനായിരുന്നു. എൻ രാമകൃഷ്ണൻ മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു. എൻ രാമകൃഷ്ണൻ ഒടുവിൽ ഈ നേതൃത്വമായി പിണങ്ങി അദ്ദേഹം അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി തീരുമാനിക്കുന്നു. LDF അതിന് പിന്തുണ കൊടുക്കുന്നു. LDF-ഉമായിട്ട് അദ്ദേഹത്തിന് CPM-ഉമായിട്ട് നിരന്തരം പോരാടിയിരുന്ന നേതാവായിരുന്നു എൻ രാമകൃഷ്ണൻ. പക്ഷേ എൻ രാമകൃഷ്ണൻ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അദ്ദേഹത്തിന് LDF പിന്തുണ കൊടുത്തു എങ്കിൽ പോലും ദയനീയമായി പരാജയപ്പെടുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അതോടുകൂടി എന്താ സംഭവിച്ചത്? എൻ രാമകൃഷ്ണന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇരുളടയായി തീർന്നു. പിന്നീട് രാഷ്ട്രീയ വനവാസത്തിന് വരെ പോകുന്നത് വീണ്ടും. അതെ, അമൃത രാമകൃഷ്ണൻ അവരാണ് ഇപ്പം സ്ഥാനാർത്ഥിയെ പരിഗണനയിലുള്ള ഒരു ആൾ. അപ്പം ഇപ്പം ചെയ്യേണ്ടത് 10-79 വയസ്സായ സുധാകരൻ എന്ത് വേണം? ഇപ്പം നിലവിൽ ഞാൻ വലിയ നേതാവാണെന്നും
മാത്രമല്ല ഇപ്പോൾ അവിടെ കണ്ണൂർ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയും അദ്ദേഹത്തിന് താല്പര്യമുള്ള മറ്റൊരാളെ പരിഗണിക്കണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ ഒരാളെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം അവിടെ നടത്തുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു നേതാവായിരുന്നു സുധാകരനെങ്കിൽ സുധാകരൻ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം മത്സരിക്കാതെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് പിന്തുണ നൽകി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതിൽ വലിയ കാര്യമുണ്ട്. കാരണം രമേശ് ചെന്നിത്തല ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം VD സതീശൻ്റെ തേരോട്ടം എന്നുള്ളതാണ്. VD സതീശനാണ് ഈ ഇവിടെയുള്ള ഒരു MP മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു, സുധാകരൻ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം ഇപ്പോഴും വളരെ കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് VD സതീശനാണ്. അപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിൽ MLA എണ്ണം കൂടുകയാണെങ്കിൽ തീർച്ചയായും VD സതീശനായിരിക്കും മുഖ്യമന്ത്രി. അതേസമയം രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരാണ് കൂടുതൽ ജയിച്ചു കയറി വരുന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തലയ്ക്ക്. ഇവർ ഈ രണ്ടുപേർ തമ്മിലുള്ള വലിയ മത്സരം നടക്കുന്നു. അതുകൊണ്ട് തന്നെ VD സതീശൻ എന്തൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചാലും അതിന് ഘടകവിരുദ്ധമായ നിലപാടായിരിക്കും രമേശ് ചെന്നിത്തല സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഭാഗമാണിത്. നമ്മളിപ്പോൾ പറയുമ്പോൾ കടുപ്പിച്ച് പറയുകയാണെന്ന് പറയും, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമ്പോൾ VD സതീശന് മുഖ്യമന്ത്രിയാവാൻ പോകുന്നില്ല, UDF അധികാരത്തിൽ വന്നാൽ KC വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. പൊളിറ്റിക്കൽ റിയാലിറ്റി അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ VD സതീശനും K സുധാകരനും തമ്മിലുള്ളൊരു ഇന്റേണൽ ഫൈറ്റ് അത് പല സമയങ്ങളിലും പുറത്തു വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, പുതുപ്പള്ളി ബൈ ഇലക്ഷൻ്റെ സമയത്ത് പോലും പത്രസമ്മേളനത്തിൽ വളരെ പരസ്യമായിട്ട് തന്നെ K സുധാകരനും VD സതീശനുടെ മൈക്കിന് വേണ്ടി കുഞ്ഞിപ്പിള്ളേർ കിടന്ന് പിടിവലി കൂട്ടുന്ന പോലെ പിടിവലി കൂട്ടുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇവർ തമ്മിലുള്ള ഒരു ഐക്യമില്ലായ്മ അല്ലെങ്കിൽ ഇവർക്ക് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് അത് ഈ തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ ബാധിക്കും? അല്ല, അതിൻ്റെ തുടർച്ചയായിട്ടുമാണ് നമ്മൾ ഈ കണ്ണൂരിലെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾക്കൊക്കെ കാരണം. ഇപ്പം എന്തുകൊണ്ടാണ് സുധാകരൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് വെച്ചാൽ, ഇദ്ദേഹം മത്സരിച്ച് ജയിച്ചു വന്നാൽ UDFന് അധികാരം കിട്ടുന്നൊരവസ്ഥ വന്നാൽ സുധാകരൻ വീണ്ടും വലിയ ബുദ്ധിമുട്ടാവും. നേതൃത്വത്തിന് വലിയ തലവേദനയായിട്ട് സുധാകരൻ വീണ്ടും മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് ഒരു വർഷമെങ്കിലും മുഖ്യമന്ത്രിയാവണമെന്ന് പറയും അദ്ദേഹം. വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, ഒരു സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് മനസ്സിലുള്ള പൂർണ്ണമായി എന്താണ്, പിണറായി വിജയൻ എന്ന ഒരു CPMന്റെ സമുന്നത നേതാവിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് സുധാകരൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം CPM എന്ന പാർട്ടി അല്ല എന്ന് അദ്ദേഹത്തിന്റെ ശത്രു. പിണറായി വിജയൻ എന്ന ഒരു നേതാവിനെതിരെയുള്ള വ്യക്തമായ ശത്രുതയാണ് ഇതിനെല്ലാം കാരണം. അദ്ദേഹത്തിന് ഇത്തവണ മത്സരിച്ച് ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി വരെ ആയാൽ കൊള്ളാം എന്നുള്ള വ്യാമോഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു സഖാവ് പിണറായി വിജയന്റെ ഒരു വളർച്ചയിൽ അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു, തനിക്കിതൊന്നും ആകാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു കുശുമ്പ് പച്ചമലയാളത്തിൽ പറഞ്ഞത് തീർച്ചയായും അത് K സുധാകരൻ ഉണ്ട് എന്നാണ്. തീർച്ചയായും ഉണ്ട്. അദ്ദേഹം പലപ്പോഴായിട്ട് ഈ പല തരത്തിൽ ഉള്ള ചില പ്രതികരണങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചില ഒരു മനസ്സിൽ സൂചനകൾ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും CPMനെതിരെ വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനും അത് ഒരു മറയുമില്ലാതെ കൃത്യമായി പ്രഖ്യാപിക്കാനൊക്കെ പറ്റുന്ന നേതാവ് സുധാകരൻ തന്നെയാണെന്നുള്ള ഒരു സംശയമില്ല. അതുകൊണ്ടാണ് യൂത്തന്മാരിപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. വളരെ ശക്തമായി യൂത്ത് നേതാക്കന്മാരെല്ലാം ഇപ്പോഴും സുധാകരന് പിന്തുണ നൽകിക്കൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അതല്ല, ഈ K സുധാകരൻ പണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുന്ന സമയത്ത് വീഡിയോ കോൾ വിളിക്കുകയാണ്. വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പറഞ്ഞത് എന്നെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവനക്ക് തിരിച്ചടിക്കുക, ഞാനങ്ങോട്ട് വരട്ട്, നമുക്ക് കുറച്ച് ആളുകളെ ഇവിടെ അങ്ങോട്ട് വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ അതൊക്കെ ആളുകളുടെ പ്രവർത്തകരുടെ ആവേശം സൃഷ്ടിക്കും. പ്രവർത്തകരുടെ ആവേശം സൃഷ്ടിക്കും എന്നൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളിതിൽ കാണേണ്ടത്, കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലില്ലാത്ത കോൺഗ്രസ് എന്ന പാർട്ടി അധികാരത്തിലേക്ക് വരും എന്നുള്ള വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നേറുന്നത്. അത് എത്രത്തോളം ശരിയാവുന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഏതാണ്ട് ഒരു 10-60% പ്രതീക്ഷകൾ ഉണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നേക്കാം, UDF അധികാരത്തിൽ വന്നേക്കാം എന്നുള്ളത്. ഈ അധികാരത്തിൽ വരണമെങ്കിൽ എന്ത് വേണം? ഒറ്റക്കെട്ടായി കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി നിൽക്കാത്തതാണല്ലോ ഈ പാർട്ടിക്ക് 10 വർഷമായിട്ടും അധികാരം ഇല്ലാതായത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട് എന്താണ്, കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരു തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല, MP-മാരും മത്സരരംഗത്ത് ഉണ്ടാവില്ല, MP-മാരും മത്സരരംഗത്ത് ഉണ്ടാവേണ്ട എന്നുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായതല്ല. 6 മാസക്കാലം മുന്നേ തന്നെ കോൺഗ്രസ് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരുന്നു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ MP പോലും മത്സരരംഗത്തുണ്ടാവില്ല എന്ന്. അതിന് കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ, കോൺഗ്രസിന്റെ സമുന്നത നേതാവ് എന്നുള്ള നിലയിൽ സുധാകരനും ഇക്കാര്യം അറിയാലോ. MP-മാരും മത്സരിക്കേണ്ട ഇല്ല എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടും സുധാകരൻ അപ്പം തന്നെ എതിർക്കണമായിരുന്നു. അന്നൊന്നും എതിർത്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് സുധാകരൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്.
കണ്ണൂർ എൻ്റെ ഹൃദയമാണ്, എൻ്റെ രക്തമാണ്, അതുകൊണ്ട് കണ്ണൂർ ഞാനില്ലാതെ കണ്ണൂരില്ല. ശരിയാ, ഇതിനകത്ത് വേറൊരു വസ്തുതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം ഒരാൾ തന്നെ കളിക്കേണ്ട, അല്ല ഗ്രൂപ്പായിട്ടുള്ള ഒരു ഏകീകൃത നേതൃത്വത്തെ ഉണ്ടാക്കി ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷവും VD സതീശൻ്റെ ചില കടുംപിടുത്തങ്ങൾ, ആ കടുംപിടുത്തങ്ങൾ ആയിരിക്കുമോ ഈ കെ സുധാകരനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക? അല്ല, അതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും VD സതീശൻ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഒരിക്കൽ പോലും എടുത്തിട്ടില്ല. അദ്ദേഹം ഇവർ KPCC പ്രസിഡന്റ് ആയതും VD സതീശൻ പ്രതിപക്ഷ നേതാവായതും ഏതാണ്ട് ഒരേ കാലത്താണ്. ഈ അന്ന് തൊട്ട് തുടങ്ങിയ തർക്കം അവസാനം ഏറ്റവും മോശാവസ്ഥയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടത്. ഇപ്പം പുതുപ്പള്ളിക്ക് ശേഷം ഈ തൃക്കാക്കര ബൈ ഇലക്ഷനിൽ എന്താ സംഭവിച്ചത്? ബൈ ഇലക്ഷനിൽ ഇവർ തമ്മിലുള്ള അനൈക്യം നമ്മൾ കണ്ടതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും നമ്മൾ അനൈക്യം കണ്ടു. ഒടുവിൽ ഇവർ തമ്മിലുള്ള പോരാട്ടം വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിക്ക് വഴിയൊരുക്കും ബാധ്യതയായി മാറിയ സമയത്താണ് നിർബന്ധപൂർവം സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിച്ച് വിടുക ചെയ്തത്. അത് VD സതീശന്റെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചും കൂടി മികവ് നൽകാൻ വേണ്ടി ചെയ്ത ഒരു പദ്ധതിയായിരുന്നു. സുധാകരനെ ഒഴിവാക്കുക, സുധാകരനെ മാറ്റി നിർത്തുക. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ യോജിച്ചൊരു പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രതിപക്ഷ പ്രവർത്തനം സുതാര്യമായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ CPM പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണെങ്കിലും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണെങ്കിലും. ഇപ്പോൾ VD സതീശന് ചില നിലപാടുകളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുമായിട്ട് ഇന്നലെ 13-ാം തീയതി ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാം, അവസാന തീരുമാനം പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ മനഃപൂർവ്വം ഈ കേരള കോൺഗ്രസ് ജോസഫുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് VD സതീശന്റെ ചില കടുംപിടുത്തങ്ങളാണ് എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് കോൺഗ്രസിനകത്തെ ഒരു പ്രശ്നക്കാരനായിട്ട് മാറുകയാണോ അതോ രക്ഷകനായിട്ട് മാറുകയാണോ VD സതീശൻ? അല്ല, നമ്മളിപ്പോൾ ഇതിൽ പരിശോധിക്കേണ്ടത്, ഇപ്പം അദ്ദേഹം നമുക്ക് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചൊരു സമയം നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്ത്. നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്ത് സുധാകരന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? അൻവറിനെ പിന്നെ കൂട്ട കൂട്ടണമെന്നായിരുന്നു. അൻവറിനെ അവിടെ കൂടെ കൂട്ടണമെന്നും അൻവറിനെയും കൂടി കൂട്ട നിർത്തിയിട്ട് വേണം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളായിരുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അൻവറിൻ്റെ കൂടി പിന്തുണയോടെ ആയിരിക്കണം. പക്ഷേ VD സതീശൻ എന്തുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് പിന്നെ നമ്മൾ കണ്ടതാണ്. VD സതീശന്റെ നിലപാടായിരുന്നു ശരി എന്ന് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടായി. അന്ന് രമേശ് ചെന്നിത്തല VD സതീശനുമായിട്ട് ചെറിയൊരു ഇതുണ്ടായി, കാരണം ക്യാപ്റ്റൻ വിളിയൊക്കെ വലിയ വിഷയങ്ങളുണ്ടായിരുന്നില്ല. അപ്പം ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ കോൺഗ്രസിനിടയിൽ എല്ലാ കാലത്തും ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ളത് ശരിയായിരുന്നു. പക്ഷേ ഒരു വളരെ മോശാവസ്ഥയിൽ പാർട്ടി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിൽ വീണ്ടും അനൈക്യം ഉണ്ടാവുകയും ഇവർ പല നേതാക്കന്മാരും പല ഘടകങ്ങളായി മാറുകയും അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം പിന്തുണയ്ക്കുകയും മറ്റുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് കോൺഗ്രസിന് ഇനി അധികാരത്തിൽ വരാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് അനാരോഗ്യമുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ല. സുധാകരൻ ഈ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ചികിത്സയ്ക്ക് പോയതൊക്കെ നമുക്കറിയാവുന്നതാണ്. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി വന്നതിന് ശേഷമാണ് കണ്ണൂരിൽ മത്സരിക്കുന്നത് അദ്ദേഹം. അങ്ങനെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ എല്ലാ കാലത്തും അധികാരം എന്നുള്ളത് സുധാകരനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിരുന്നു. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ ആളുകൾ നിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു തോന്നലിലാണ് സുധാകരൻ ഇപ്പോൾ ഞാൻ കണ്ണൂരിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ മന്ത്രിയാവും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അണികളെ വിശ്വസിപ്പിച്ചതുകൊണ്ടാണ് അണികൾ സുധാകരൻ മത്സരിക്കണം എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ വരുന്നത് അതുകൊണ്ടാണ്. ഈ ഫ്ലക്സ് ബോർഡിലൂടെയാണ് ഈ എല്ലാ കാലത്തും കോൺഗ്രസ്സുകാർ പ്രതികരിക്കാറ്. കോൺഗ്രസ്സുകാർ നേരിട്ടൊന്നും പ്രതികരിക്കില്ല. കുറേ പല സ്ഥലങ്ങളിൽ ഫ്ലക്സ് ബോർഡ് വെക്കും, പിന്നെ പത്രക്കാർക്ക് മുന്നിലും പ്രതികരിക്കും. അല്ലാതെ ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസിന് എന്തെങ്കിലും പ്രവർത്തനം ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ ഇല്ല. അതായത് എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലീഡർ ശ്രീ കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, അവർക്ക് ശേഷം അവരുടെ അത്രയും കരിഷ്മയുള്ള മറ്റൊരു നേതാവ് ഇന്ന് UDF നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അല്ല, അത് ശരിയാണ്. ഇപ്പം നമ്മളിപ്പം അത് പരിശോധിക്കുന്ന സമയത്ത് UDF എന്നുള്ള ഒരു സംവിധാനം നിലവിൽ വന്നപ്പോൾ അന്ന് K മാണി ഉണ്ടായിരുന്നു, K കരുണാകരനുണ്ട്, AK ആന്റണി ഉണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, R ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, MV രാഘവൻ. അങ്ങനെ വളരെ പ്രഗത്ഭരും അതുപോലെ തന്നെ ഈ എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ടായിരുന്ന കുറേയധികം നേതാക്കന്മാരുണ്ടായിരുന്നു. പിന്നീട് ഈ നേതാക്കന്മാരൊക്കെ ഇല്ലാതാവുന്നതിനനുസരിച്ച് ഈ UDF സംവിധാനം തന്നെ വളരെ ശുഷ്കിച്ചു പോകുന്നൊരവസ്ഥയാണ് നമ്മൾ പിന്നെ കണ്ടത്.
പലർക്കും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നേതാക്കന്മാരെയെല്ലാം ഒത്തുചേർത്ത് കൊണ്ടുപോകാനുള്ള ശക്തിയില്ലായ്മ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ കെ മാണിയുടെ മരണത്തോടു കൂടിയാണല്ലോ കെ മാണിയുടെ പാർട്ടി തന്നെ മറ്റൊരു മുന്നണിയിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പം ഈ മുന്നണി സംവിധാനം തന്നെ ഉണ്ടാക്കിയവർക്ക് പോലും മുന്നണിയിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പിന്നെ ഉണ്ടാവുക. ആർ ബാലകൃഷ്ണപിള്ള പോകുന്നു, കെ മാണി പോകുന്നു, അങ്ങനെ കെ മാണിയുടെ പാർട്ടി പോകുന്നു, അങ്ങനെ പലരും പോയി. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കളുടെ പാർട്ടി പോയതല്ല, അവരെ പുറത്താക്കിയത്. അതെ. അപ്പം ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴായിട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ കരുണാകരനെ പോലെയുള്ള എ കെ ആന്റണിയെ പോലുള്ള നേതാക്കന്മാരുടെ അഭാവം തന്നെയാണ്. ഇപ്പൊ എ കെ ആന്റണി ഇപ്പോഴും വളരെ സജീവമായിട്ട് ഇല്ലെങ്കിൽ പോലും ആന്റണിക്കൊക്കെ ചില ക്രൈസിസ് മാനേജ്മെന്റ് അറിയാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് അറിയുന്ന നേതാക്കന്മാരുടെ എണ്ണം കുറഞ്ഞു. ഇപ്പം സുധാകരനെ പോലെയുള്ള ആളുകൾ മറ്റ് യുവ നേതാക്കന്മാർ ചില ക്രൈസിസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടപെടുകയും അത് പരിഹരിക്കുകയും ചെയ്യാനുള്ള ബാധ്യതയുള്ളവരാണ് സുധാകരനൊക്കെ. ഇപ്പം സുധാകരൻ മുൻ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സുധാകരൻ ഇപ്പോഴും MP ആണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന് സീറ്റൊന്നും പരിപാടിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. VM സുധീരൻ എന്താണ് ഒരു പരിപാടി ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടവർ തന്നെയല്ലേ? അല്ല, ഒരിക്കലും ഇവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞില്ല. ഇപ്പം VM സുധീരൻ ചിലപ്പോൾ മത്സരിച്ചേക്കും, മണലൂരിൽ മത്സരിച്ചേക്കും, അല്ലെങ്കിൽ അവിടെ മത്സരിച്ചേക്കും എന്നൊക്കെ വാർത്തയെങ്കിലും വന്നെങ്കിൽ പോലും അത് നിഷേധിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇല്ലാന്ന്. പക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അനുഭവ സമ്പത്തുള്ള ആളുകളെ ഒക്കെ മാറ്റി നിർത്തുന്നത് കോൺഗ്രസിന് ശരിക്കും ദോഷമാണെങ്കിൽ പോലും ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാ ആളുകളും പാർലമെന്ററി വ്യാമോഹമായി നടന്നു കഴിഞ്ഞാൽ പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കുറച്ചും കൂടി മിഴിവ് നൽകാനൊക്കെ മറ്റു നേതാക്കന്മാരില്ലാത്ത അവസ്ഥ വരും. അപ്പൊ എല്ലാ നേതാക്കന്മാരും മത്സരിക്കണം, എല്ലാ നേതാക്കന്മാരും MLA ആവണം, അധികാരം കിട്ടി കഴിഞ്ഞാൽ അവർ മന്ത്രിയാവണം എന്നൊക്കെ പറയുന്നത് അതൊരു തെറ്റായ കീഴ്വഴക്കാണല്ലോ. അപ്പം സുധാകരനെ പോലെ ഒരു നേതാവ് ഒരിക്കലും പാടില്ലാത്ത നിലപാടാണ് ഇപ്പം ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുധാകരന് വരും കാലത്ത് ഈ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സുധാകരന് ഒരിക്കലും ന്യായീകരണം ഉണ്ടാവില്ല, അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടാവില്ല ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അപ്പോൾ ഏതെങ്കിലും വരും മണിക്കൂറുകളിൽ സുധാകരനെ കൂട്ടിലടയ്ക്കുമോ അതോ സുധാകരൻ സ്വതന്ത്രനാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു. അല്ല, ഇതിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതുകൂടി പറഞ്ഞാൽ ഇപ്പോൾ സുധാകരനോട് ഡൽഹിയിൽ ചർച്ചയ്ക്ക് വേണ്ടി തിങ്കളാഴ്ച എത്താൻ വേണ്ടി AICC നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, കണ്ണൂർ സീറ്റിൽ മത്സരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡൽഹിയിലേക്ക് വരുള്ളൂ എന്നാണ്. അദ്ദേഹം പറയുന്നതിൽ തന്നെ ചില തെറ്റുകളുണ്ട്. കാരണം അദ്ദേഹത്തിന് എന്തിനാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അന്നയിപ്പിക്കാനും എന്തുകൊണ്ട് ഒരു MP മാരും മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് അവിടെ ചെല്ലാൻ വേണ്ടി പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നതാണ് കണ്ണൂർ സീറ്റിൽ മത്സരിപ്പിക്കുമെന്ന് ഉറപ്പ് തന്നാലേ ഞാൻ ഡൽഹിയിൽ ചർച്ചയ്ക്ക് ചെല്ലുള്ളൂ എന്നാണ്. ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ച സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന സമയത്ത് കണ്ണൂരിൽ സുധാകരൻ എന്ന് പ്രഖ്യാപിച്ച തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നേതൃത്വം പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരു കൂട്ടായ്മയുടെ ഭാഗമല്ല, മറിച്ച് ഏകാധിപതിയാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ പറയുന്നത് മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ, മറ്റാരെയും ഞാൻ അംഗീകരിക്കില്ല, ഞാൻ പറയുന്നിടത്ത് എല്ലാവരും വരണം എന്ന് പറയുന്ന ഒരു രീതിയാണ്. അത് സുധാകരൻ വളരെ വർഷങ്ങളായി തുടരുന്ന രീതിയാണ്. ആ രീതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആ രീതിയിലൊന്നും തുടരാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇന്നത്തെ കോൺഗ്രസ് എന്നുള്ളത് ഇനിയെങ്കിലും സുധാകരൻ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിനും നല്ലത്, പാർട്ടിക്കും നല്ലത് എന്നാണ് പറയാനുള്ളത്.